ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് 65 ആണ്. എഗ് 65 എന്ന് പറയുമ്പോൾ അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എഗ്ഗ് തന്നെയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 മുട്ടയാണ്. ഈ 4 മുട്ടയെ ഞാൻ പുഴുങ്ങി അതിൻ്റെ വെള്ള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞെടുത്ത മുട്ട ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ മുട്ടയുടെ ഉണ്ണിയും ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് ഈ ബൗളിൽ കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ പൊടിപ്പൊടിയായി അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും, 2 ടീസ്പൂൺ കടലമാവിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് ഈ മസാലാസ് എല്ലായിടത്തും ഒന്ന് കൂടിയതിന് ശേഷം ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മളതൊന്ന് അല്പം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഉപ്പും മസാലാസും എല്ലാം ഒന്ന് സെറ്റാകുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മളതിനെ കുഴച്ച് പൊടിക്കരുത്. ഒരു മീഡിയം ടൈമിൽ നമ്മളത് പൊടിയാത്ത വിധത്തിൽ അതിനെ മിക്സ് ചെയ്യണം. അല്പം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു ബോൾസിൻ്റെ രൂപത്തിൽ കിട്ടണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാകം. അങ്ങനെ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഈ മാവിനെ ചീനച്ചട്ടി വയ്ക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഈ മാവിനെ ചെറിയ ബോൾസായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നന്നായി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇടാവൂ. മാത്രമല്ല, ഈ ബോൾസ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ തീ കുറയ്ക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതിനെ വറുത്തെടുക്കാവൂ. ഇത് പെട്ടെന്ന് കരിയാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. മാത്രമല്ല, ഇത് തീ വളരെയധികം കൂടിക്കഴിഞ്ഞാലോ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മളിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിടണം. അതിനുശേഷം വീണ്ടും ഇതിനെ തിരിച്ചിടണം. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ മറിച്ചിടാൻ നിൽക്കരുത്. ഒരു സൈഡ് ഒരു ഹാഫ് കുക്കായതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡ് മൊരിച്ചെടുക്കണം. അങ്ങനെ 2 സൈഡും മൊരിഞ്ഞതിന് ശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ വയ്ക്കുക. പാൻ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഈ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം നമ്മൾ അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക്, മല്ലിയില, വേപ്പില എന്നിവ ഇട്ട് കൊടുക്കണം. രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം സോസ് ഒഴിച്ചു കൊടുക്കുക. ഈ ടൊമാറ്റോ സോസാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. ഈ സോസ് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ നന്നായി കുറയ്ക്കണം.
തീ കുറച്ചതിന് ശേഷം നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലാസ് എല്ലാം ഈ ബോൾസിൽ പിടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അല്പം സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിൽ സോസ് ചേർത്തിട്ടും നിങ്ങൾക്ക് ഇതിൽ കുരുമുളകിൻ്റെയോ മസാലകളുടെയോ ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മസാലാസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്യുക. നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്.